Good morning, students. In this session, we will start the മൂന്നാമത്തെ module. മൂന്നാമത്തെ module combinational logic systems ആണ് അതിനകത്ത് കേറി വരുന്നത്. നമ്മുടെ syllabus എടുത്തൊന്ന് നോക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് നോക്കാനുള്ള portions എന്ന് പറയുന്നത് combination logic systemത്തിനകത്ത് നമുക്ക് comparators ഉണ്ട്, multiplexers, demultiplexers, encoder, decoder, അതേപോലെ adders വരുന്നുണ്ട്, subtractors വരുന്നുണ്ട്. Adders-നകത്ത് തന്നെ നമുക്ക് എന്തൊക്കെ വരും, ഹാഫ് ആൻഡ് ഫുൾ ആഡർ ഉണ്ട്. പിന്നെ സബ്ട്രാക്ടേഴ്സിനകത്തും ഇതേപോലെ ഹാഫ് സബ്ട്രാക്ടറും ഫുൾ സബ്ട്രാക്ടറും പിന്നീട് സീരിയൽ ആൻഡ് പാരലൽ ആഡേഴ്സ്, BCD ആഡേഴ്സ്. ഇത്രയും തിയറിയാണ് അല്ലെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ഇംപ്ലിമെന്റേഷൻ ആണ് ഇതിൽ കയറി വരുന്നത്, കോമ്പിനേഷണൽ സർക്യൂട്ട് അല്ലെങ്കിൽ അരിത്തമാറ്റിക് സർക്യൂട്ട്സിനകത്ത് കയറി വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം എന്താണ് കോമ്പിനേഷൻ ലോജിക് സിസ്റ്റംസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഒരു കോമ്പിനേഷൻ ലോജിക് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു മെയിൻ ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തിന്റെ ബ്ലോക്ക് ആണ്? കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിന്റെ ബ്ലോക്ക് ആണ്. സോ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് ഞാൻ ഇത് അതിന്റെ ഇൻപുട്ടിന്റെ പോർഷൻ ആണ്. ഈ സെഷൻ എന്ന് പറയുന്നത് എന്തിന്റെ സെഷൻ ആണ്? ഒരു ബ്ലോക്കിന്റെ ഔട്ട്പുട്ട് സെഷൻ ആണ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പോർഷൻ വഴി ഞാൻ എന്ത് കൊടുക്കും? ഇൻപുട്സ് കൊടുക്കും. ആൻഡ് ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്സ് വിൽ ബി ടേക്കൺ അക്രോസ് ദിസ് സെഷൻ. സോ ഇതിനകത്തേക്ക് കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻപുട്ട് ആണ് x1, x2 എക്സെട്ര അപ് ടു xn. ഓക്കെ, സോ x1, x2 എക്സെട്ര അപ് ടു xn എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ കോമ്പിനേഷൻ ബ്ലോക്സിലേക്ക് കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻപുട്സ് ആണ്. ഓക്കെ, വേർ 1, 2 എക്സെട്ര അപ് ടു n എന്ന് പറയുന്നത് ഇതിനകത്ത് n ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ട്. അതേപോലെ n ഇൻപുട്ട് വേരിയബിൾസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് കിട്ടുന്ന ഔട്ട്പുട്ട്സ് ആണ് എന്ത്? y1, y2, y3 എക്സെട്ര അപ് ടു ym എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ y1, y2, ym എക്സെട്ര അപ് ടു ym എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഔട്ട്പുട്ട്സ് ആണ്. ഓക്കെ, സോ ഇതാണ് ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് ഇൻപുട്ട് വേരിയബിൾസും ഉണ്ട്, ഒരു സെറ്റ് ഓഫ് ഔട്ട്പുട്ട് വേരിയബിൾസും ഉണ്ട്. സോ x1, x2 എക്സെട്ര എന്ന് പറയുന്ന ഇൻപുട്ട് വേരിയബിൾസ് ആണ്. y1, y2, y3 എക്സെട്ര അപ് ടു ym എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് വേരിയബിൾസ് ആണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് നോക്കുവാണെങ്കിൽ അതിനകത്ത് കുറച്ച് ഇൻപുട്ടും ഉണ്ട്, കുറച്ച് ഔട്ട്പുട്ടും ഉണ്ട്. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് മെമ്മറിയോ സ്റ്റോറേജ് കമ്പോണൻസോ ഒന്നും ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള സർക്യൂട്ട്സിനെയാണ് എന്ത് പറയണത്? കോമ്പിനേഷൻ സർക്യൂട്ട്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ലോജിക് ഗേറ്റ്സിനെ നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് തരും? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരും. ഓക്കെ, ചില കോമ്പിനേഷൻസിന് ചില സ്പെസിഫിക് ഔട്ട്പുട്ട്സ് തരും. അങ്ങനെയുള്ള സർക്യൂട്ട്സിനെയാണ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇതിനകത്ത് മെമ്മറി എലമെന്റ്സോ സ്റ്റോറേജ് എലമെന്റ്സോ ഇൻവോൾവേ അല്ല. ഓക്കെ, so we can define a combination circuit as the one in which the output is a function of present state only, present input only. അതായത് y1 എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? x1 ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കും. സോ y2 എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? x2 ഡിപ്പെൻഡ് ചെയ്യും. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഇൻപുട്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇതിനകത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും y1 കിട്ടുന്നത്. അതേപോലെ ഞാൻ കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻപുട്സ് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് കോമ്പിനേഷൻ ആണ് എവിടെ കിട്ടുന്നത്? ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ആഡേഴ്സിനകത്ത് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത്, കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സിൽ ആദ്യം നമ്മൾ നോക്കുന്ന കൺസെപ്റ്റ് ആണ് ആഡേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, സോ ആഡേഴ്സിനകത്ത് നമ്മുടെ സിലബസിനകത്ത് വേറെയാണ്, കമ്പാരറ്റേഴ്സ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആഡേഴ്സ് വെച്ചിട്ടാണ്. ഇനി ആഡേഴ്സ് പറഞ്ഞു പോകുന്നതിന് മുന്നേ അതിനകത്ത് നമുക്ക് ഹാഫ് ഓർഡർ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്താണ് ആഡർ എന്ന് പറഞ്ഞാൽ? രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള അഡീഷൻ ആണ് എന്ത്? ആഡർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതൊരു ലോജിക് സർക്യൂട്ട് ആയിരിക്കും. ആ ഒരു ലോജിക് സർക്യൂട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും? രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ രണ്ട് ബിറ്റ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആഡ് ചെയ്യുക. ഓക്കെ, അത് 2 ബിറ്റ്സ് ആവാം, ചിലപ്പോൾ 3 ബിറ്റ്സ് ആവാം, ഡിപ്പെൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ അഡീഷന്റെ കൺസെപ്റ്റ് ഏത് ലോജിക്കിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മുടെ ബൈനറി അഡീഷന്റെ ലോജിക്. വി ഓൾറെഡി സ്റ്റഡി ദ സെയിം ഇൻ ദ പ്രീവിയസ് മൊഡ്യൂൾ, റൈറ്റ്? സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ബൈനറി അഡീഷൻ? Suppose we are having 2 bits. Let it be bit A and this be
bit B. So based on binary addition concept, 0 plus 0 equal to, the output will be sum and carry. Okay. So when we add 0 with another bit 0, we'll get sum as 0 and carry as 0, right? Similarly, when we add a bit 0 plus another bit 1, what will be the sum? Sum will be 1 and carry will be 0. So till നമുക്ക് 4 കോമ്പിനേഷൻസ് എഴുതാൻ പറ്റും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ബിറ്റ്സിന്റെ അഡീഷൻ മാത്രമാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് സമ്മും ക്യാരിയും കിട്ടും ഡിപ്പെൻഡിങ് അപ്പോൺ ദ 4 കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആഡേഴ്സിന്റെ ബൈനറി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആഡേഴ്സ് മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. നമ്മളിപ്പോ പറയണത് ആഡേഴ്സിന്റെ കൺസെപ്റ്റ് ആണല്ലോ. ആഡേഴ്സ് എന്ന് പറയുന്നത് 2 രീതിയിൽ നമുക്കുണ്ട്. ഒന്നെന്ന് പറയുന്നത് ശരിക്കും ഹാഫ് ആഡർ HA അല്ലെങ്കിൽ ഹാഫ് HALF ആഡർ. ഓക്കെ. ഹാഫ് ആഡറിനകത്ത് നമ്മൾ ചെയ്യുന്നത്, ഹാഫ് ആഡറിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് 2 ബിറ്റ്സ് ആണ്. ഓക്കെ. 2 ബിറ്റ്സ് തമ്മിലുള്ള അഡീഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഹാഫ് ആഡർ എന്ന് പറയും. ഓക്കെ. ഇനി അടുത്തത് ഫുൾ ആഡർ. ഫുൾ ആഡർ എന്ന് പറയുന്നത് ഫുൾ ആഡർ. ഫുൾ ആഡറിൽ നമ്മൾ ചെയ്യുന്നത് അഡീഷൻ ഓഫ് 3 ബിറ്റ്സ് ആണ്. ഓക്കെ. ഇതിനകത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുൾ ആഡർ എന്ന് പറയുന്നത്. ഇനി ഫുൾ ആഡർ എന്ന് പറയുമ്പോൾ 3 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുന്നത്? AB എന്ന് പറയുന്ന 2 ബിറ്റും വരും, പിന്നെ ഒരു ക്യാരിയും കൂടെ കയറി വന്നിട്ടാണ് ഈ 3 ബിറ്റ് വരുന്നത്. മനസ്സിലായോ? സോ ആഡേഴ്സ് മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹാഫ് ആഡറും രണ്ടാമത്തെ എന്താണ്? ഫുൾ ആഡറും. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഹാഫ് ആഡർ എന്ന് പറയുന്നത് എന്താണ്? Logic circuit which perform the addition of 2 bits is called half adder, and those logic circuit which perform the addition of 3 bits is called full adder. ആ 3 ബിറ്റ്സിനകത്ത് എന്തൊക്കെ വരും? 2 സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഏതൊക്കെയാണ് 2 സിഗ്നിഫിക്കന്റ് ബിറ്റ്? ഇവിടെ കൊടുക്കുന്ന AB ഒക്കെ എന്ന് പറയുന്ന 2 ഇൻപുട്സ് ആണ്. പിന്നെ മൂന്നാമത്തെ ബിറ്റ് ഏതാണ്? നേരത്തെ എവിടെയെങ്കിലും ജനറേറ്റ് ചെയ്ത ക്യാരി, അതാണ് മൂന്നാമത്തെ ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ ഒരു മോഡൽ അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മൾ ഈ ബൈനറി അഡീഷൻ എടുത്തല്ലോ, അതിനകത്ത് ഈ ഒരു കേസ് എടുത്തു. 1 + 1 എങ്ങനെയാണ്? 1 + 1 = 0 വിത്ത് ക്യാരി 1 എന്നല്ലേ? ആ ക്യാരി ഞാൻ എപ്പോഴും എഴുതേണ്ടത് ബൈ റൂൾ വി ഹാവ് ടു ഡിഫൈൻ ദിസ് ക്യാരി ബിഫോർ ദ 0. ഓക്കെ. അതായത് 1 + 1 = 0. 0 is the sum ആണല്ലോ, ആൻഡ് 1 is the ക്യാരി. അങ്ങനെയാണെങ്കിൽ ക്യാരി എപ്പോഴും ഇങ്ങോട്ടാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇതിനകത്ത് LSB എന്ന് പറയുന്നത് എന്താണ്? സം ആണ്. MSB എന്ന് പറയുന്നത് എന്താണ്? ക്യാരി ആണ്. സോ എപ്പോഴും ഒരു ആഡർ സർക്യൂട്ട് നമ്മൾ എഴുതുമ്പം 1 + 1 = സം 0 വിത്ത് ക്യാരി 1. അങ്ങനെയാണെങ്കിൽ നമ്മളെടുത്ത് ചോദിക്കുകയാണ് 0 + 0. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഔട്ട്പുട്ട് ഈസ് 0, സം ഈസ് 0 വിത്ത് ക്യാരി ഓൾസോ 0. ഓക്കെ. അപ്പൊ ഇതെന്ന് പറയുന്ന സം ആണ്, ഇതെന്താണ്? ക്യാരി ആണ്. സോ എപ്പോഴും ക്യാരി എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണ്, ഹയർ സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണ് എപ്പോഴും ക്യാരി എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് LSB ബിറ്റ് ആണ് എപ്പോഴും എന്ത്? സം എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ആഡേഴ്സിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സർക്യൂട്ടിലേക്ക് കയറാം. ഫസ്റ്റ് വൺ ഹാഫ് ആഡർ. ആഡേഴ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഹാഫ് ആഡറും ഫുൾ ആഡറും. അതിനകത്ത് ആദ്യത്തേതാണ് ഹാഫ് ആഡർ. ഓക്കെ. സോ ഹാഫ് ആഡറിന്റെ ഒരു ബ്ലോക്ക് സ്കീമാറ്റിക് ആണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു ബ്ലോക്കിനകത്ത് ഇത് ഹാഫ് ആഡറിന്റെ ബ്ലോക്ക് ആണ്. ഇനി അതിനകത്ത് നമ്മൾ 2 ഇൻപുട്സ് കൊടുക്കും. ഏതൊക്കെയാണ് 2 ഇൻപുട്സ്? എയും ബിയും. ആൻഡ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്സ് ഏതാണ്? സമ്മും ക്യാരിയും. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഈ 2 ഇൻപുട്ടിനെയാണ് നമ്മൾ ഓഗന്റ് എന്നും ആഡന്റ് എന്നും പറയുന്നത്. ഓക്കെ. സപ്പോസ് എ ആണ് ഓഗന്റ് എങ്കിൽ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന നമ്പർ, എയുടെ കൂടെ ആഡ് ചെയ്യുന്നത് A + B എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. സോ ഏത് എ എന്ന് പറയുന്നത് എന്താണ്? ഓഗന്റ് ആണ്. അതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ബിറ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ആഡന്റ് ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? സമ്മും ക്യാരിയും. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സമ്മും ക്യാരിയും. സോ ഇതാണ് ഒരു ഹാഫ് ആഡറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് സ്കീമാറ്റിക്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ ഹാഫ് ആഡറിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ട്രൂത്ത് ടേബിൾ ആയിരിക്കുമല്ലോ. എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ എഴുതുന്നത്? ഹാഫ് ആഡറിന്റെ സെറ്റ് ഓഫ് ഇൻപുട്ട് ഏതൊക്കെയാണ്? നമ്മൾ തൊട്ട് മുന്നേ വരച്ച ബ്ലോക്ക് സ്കീമാറ്റിക്കില് എയും ബിയും ആയിരുന്നു ഇൻപുട്ട്. ഔട്ട്പുട്ട് ഏതൊക്കെയായിരുന്നു? സമ്മും ക്യാരിയും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്ന ഇൻപുട്ടിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കോമ്പിനേഷൻസ് എത്രയാണ്? 4. 2 ഇൻപുട്ട് അല്ലേ? 0 0 0 1 1 0 1 1. ശരിയാണല്ലോ. അപ്പൊ എന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സമ്മും ക്യാരിയും. ഇനി ബൈനറി അഡീഷൻ ചെയ്താൽ മതിയല്ലോ.
0 plus 0 ഔട്ട്പുട്ട് എന്താണ്? സം ഈസ് 0 ആൻഡ് ക്യാരി ഈസ് 0. 0 പ്ലസ് 1 എത്രയാണ്? 0 പ്ലസ് 1 ചെയ്യുമ്പോഴത്തേക്ക് സം 1, ക്യാരി എന്താണ്? 0. 1 പ്ലസ് 0 സം എന്താണ്? 1, ക്യാരി എന്താണ്? 0. 1 പ്ലസ് 1 ഈസ് സം 0, ക്യാരി 1. സോ ഇതാണ് എന്ത്? നമ്മുടെ ഹാഫ് ഓർഡറിന്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ഇതിന്റെ കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ ആണ് വേണ്ടത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ഫൈനൽ, അതായത് നമുക്ക് ശരിക്കും വേണ്ട എന്താണ്? ഒരു ആഡറിന്റെ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് വേണം. നമ്മുടെ കയ്യിൽ സർക്യൂട്ട് ഡയഗ്രാം ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കെ മാപ്പ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ആ ഇംപ്ലിമെന്റേഷൻ ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇംപ്ലിമെന്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ എടുക്കാൻ പോവാണ്. ഓക്കെ, കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ ഞാൻ സമ്മിന്റെ കെ മാപ്പ് എടുക്കുവാണ്. ഓക്കെ, ഏതിന്റെയാണ് എടുത്തത്? സമ്മിന്റെ കെ മാപ്പ് എടുക്കും. എനിവേ ഇതിനകത്ത് എത്ര വേരിയബിൾസ് ഉണ്ട്? എയും ബിയും. ഓക്കെ, അപ്പൊ 2 വേരിയബിൾ ആണല്ലോ. 2 വേരിയബിൾ ആയത് കാരണം എത്ര കെ മാപ്പ് എടുക്കണം? എത്ര വേരിയബിൾ കെ മാപ്പ് എടുക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 2 വേരിയബിൾ കെ മാപ്പ് അല്ലേ വേണ്ടത്? സോ ഇത് എ, ഇത് ബി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 0 1 0 1 ശരിയാണല്ലോ. അപ്പൊ ഇത് സമ്മിന്റെ ട്രൂത്ത് ടേബിൾ ആണല്ലോ. അപ്പൊ സമ്മിന്റെ ട്രൂത്ത് ടേബിൾ നോക്കി 0 1 1 0. അപ്പൊ 0 0 കോമ്പിനേഷനിൽ എന്താണ്? 0 0 കോമ്പിനേഷനിൽ 0. 0 1 കോമ്പിനേഷനിൽ എന്താണ്? 0 1 കോമ്പിനേഷനിൽ 1. 1 0 കോമ്പിനേഷനിൽ എന്താണ്? 1 0 കോമ്പിനേഷനിൽ എന്താണ്? 1. ആൻഡ് 1 1 കോമ്പിനേഷനിൽ എന്താണ്? സം 0. സോ ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ മാപ്പിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സോ സമ്മിന്റെ കറസ്പോണ്ടിങ് റെപ്രസെന്റേഷൻ കിട്ടി. ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ അറിയാലോ കെ മാപ്പ് വെച്ചിട്ട്. ഇതൊരു ഗ്രൂപ്പ്, ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ്. ശരിയാണല്ലോ. അപ്പൊ സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. സം ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ ബാർ, ആദ്യത്തെ ടേം എ ബാർ, ഇതിന്റെ അടുത്ത് ബി പ്ലസ് എ ബി ബാർ. ക്ലിയർ ആയോ? ഓക്കെ, സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സമ്മിന്റെ ഇക്വേഷൻ കിട്ടി. അതേപോലെ അടുത്ത എന്ത് ചെയ്യാം? നമുക്ക് ക്യാരിയുടെ കറസ്പോണ്ടിങ് ടേംസ് എഴുതാം. ക്യാരിയുടെ കറസ്പോണ്ടിങ് എങ്ങനെ ചെയ്യാം? ദേ ഇങ്ങോട്ട് നോക്കിക്കോ. ക്യാരി. ഓക്കെ, ക്യാരി എഴുതുമ്പോഴത്തേക്കും ദേ അതേപോലെ 2 വേരിയബിൾ ആണല്ലോ. കെ മാപ്പ് വരച്ചേ. എ ബി 0 1 0 1. ഓക്കെ, ട്രൂത്ത് ടേബിൾ നോക്കി. 0 0 0 1 0 0 0 1. അല്ലാതെ നിങ്ങൾ ഓരോന്ന് നോക്കി എഴുതിക്കോ. അത് ആ ഓർഡറിൽ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്കതൊരു വിഷയമായിരിക്കില്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യാം? അതിനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒന്നേ ഉള്ളൂ. അപ്പൊ ക്യാരിയുടെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ക്യാരി ഈക്വൽ ടു എ ബി. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ക്യാരി ഈക്വൽ ടു എ ബി കിട്ടി. അപ്പൊ നമുക്ക് സമ്മിന്റെ ഇക്വേഷനും കിട്ടി, ക്യാരിയുടെ ഇക്വേഷനും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ലോജിക് റെപ്രസെന്റേഷൻ വരക്കണം. ലോജിക് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഡയഗ്രാം ആണ് DIGM എഴുതിയത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ഹാഫ് ഓർഡറിൽ എത്ര ഇൻപുട്ട് ഉണ്ട്? 2 ഇൻപുട്ട്. ഏതൊക്കെയാണ്? എയും ബിയും. ക്ലിയർ ആണല്ലോ. ഹാഫ് ഓർഡറിൽ 2 ഇൻപുട്ട് ഉണ്ട്, എയും ബിയും. ഓക്കെ, അപ്പൊ സമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് യൂസ് ചെയ്യണം? എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഇത് ഏതിന്റെ എക്സ്പാൻഷൻ ആണ്? ഓർത്ത് നോക്ക്. എ എക്സോർ ബി. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു എക്സോർ ഗേറ്റ് വരയ്ക്കുകയാണ്. എന്തായി? എക്സോർ ആയല്ലോ. സോ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? എ എക്സോർ ബി സം ഈക്വൽ ടു എ എക്സോർ ബി. ശരിയാണല്ലോ. സോ ഔട്ട്പുട്ട് കിട്ടി. ഇനി ക്യാരി എങ്ങനെ വരയ്ക്കാം? ക്യാരി എന്ന് പറയുന്നത് എ ബി ആണ്. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആൻഡ് ഗേറ്റ് ആണ് അല്ലേ? സോ സം എന്ന് പറയുന്നത് എ എക്സോർ ബി ആൻഡ് ക്യാരി എന്ന് പറയുന്നത് എന്താണ്? എ ബി ആണ്. അപ്പോൾ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? എയും അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ബിയും. സോ ക്യാരി ഈക്വൽ ടു എ ബി. സോ ഇതാണ് നമ്മുടെ ഹാഫ് ഓർഡറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, ഇതേപോലെ നമ്മൾ ഈ മോഡ്യൂളിനകത്തുള്ള എല്ലാ കോമ്പിനേഷൻ ലോജിക്കിന്റെയും ട്രൂത്ത് ടേബിൾ എടുത്തതിന് ശേഷം നമ്മൾ കെ മാപ്പ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ലോജിക് ഡയഗ്രാം വരയ്ക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാരലായിട്ട് ലാബ് ചെയ്യാനുണ്ട്. അപ്പൊ ലാബിലേക്ക് പോകുമ്പോഴത്തേക്കും
ഹാഫ് ഓർഡർ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയുമ്പോൾ ഇനി നിങ്ങൾ ലാബിൽ പോയി ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നിൽക്കത്തില്ല, ഇത്രയും ചെയ്യാൻ നിൽക്കത്തില്ല. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യുന്ന, ഹാഫ് ഓർഡറിന്റെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് ബൈ ഹാർട്ട് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് ഇനി ബൈ ഹാർട്ട് ആണ് ആകണം. ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ട് എടുക്കുക, അതിനെ വയറപ്പ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എങ്ങനെയാണ് നമ്മൾ ഹാഫ് ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഫുൾ ആഡർ. സോ ഫുൾ ആഡറിന്റെ കേസിൽ നമുക്ക് നമ്മൾ നേരത്തെ വരച്ചുകൊണ്ട് നമുക്ക് അതിന്റെ സർക്യൂട്ട് ഡയഗ്രം അറിയില്ല. സോ നേരത്തെ കൂട്ടം നമുക്കത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ബ്ലോക്ക് സ്കീമാറ്റിക് വരച്ചു. ഇതാണ് ആ ബ്ലോക്ക്, അതിനകത്ത് ഞാൻ ഫുൾ ആഡർ എന്ന് റെപ്രസെന്റ് ചെയ്തു. നമുക്കറിയാം, ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഫുൾ ആഡറിനകത്ത് 3 ബിറ്റ്സ് തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനകത്ത് 2 ബിറ്റ്സ് എന്ന് പറയുന്നത് ഹാഫ് ആഡറിലെ പോലെ എയും ബിയും, മൂന്നാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് സിയും, ദാറ്റ് ഇസ് ദ ക്യാരി ഇൻപുട്ട് ആണ്. ഓക്കെ, അവിടെ ജനറേറ്റ് ചെയ്യുന്ന ക്യാരി ആണ് സീൻ എന്ന് പറയുന്നത്. സോ ആസ് യൂഷ്വൽ നമുക്ക് 2 ഔട്ട്പുട്ട് കിട്ടും, സമ്മും ക്യാരി ഔട്ടും. ഓക്കെ, 2 ക്യാരി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ സി ഇൻ ക്യാരി ഇൻ എന്നും ഇതിനെ ക്യാരി ഔട്ട് അല്ലെങ്കിൽ സി ഔട്ട് എന്നും പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഫുൾ ആഡറിന്റെ എന്ത് ബ്ലോക്ക് സ്കീമാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ട്രൂത്ത് ടേബിൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം, ട്രൂത്ത് ടേബിൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട. ഈ ഒരു ട്രൂത്ത് ടേബിൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങ് എഴുതി പോവാം. ഓക്കെ, കുറെയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം ടേബിളും ഒക്കെ നമുക്ക് ബൈ ഹാർട്ട് ആയിക്കോളും. സോ ട്രൂത്ത് ടേബിൾ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ എത്ര ഇൻപുട്ട് ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഇൻപുട്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്, 1, 2, 3 ആണല്ലോ. 3 ഇൻപുട്സ് കയറി വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എ ബി സിനാണ് എന്ത് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഏതൊക്കെയാണ്, സി ഔട്ടും സമ്മും. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ക്യാരി ആദ്യം എഴുതുന്നത്, സമ്മ് പിന്നീട് എഴുതുന്നത്. ക്യാരി എന്താണ്, MSB ബിറ്റ് ആണ്, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഓക്കെ, സം എന്ന് പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഒരു 2 ബിറ്റിനകത്ത് എപ്പോഴും ഇതായിരിക്കും അതിന്റെ LSB എന്ന് പറയുന്നത്, ഈ പൊസിഷൻ ആയിരിക്കും അതിന്റെ MSB എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 ഇൻപുട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 3 ഇൻപുട്സിന് മൊത്തം എത്ര കോമ്പിനേഷൻ, എത്ര ബിറ്റ് വേണം, 3 ബിറ്റ്സ് വേണം ആണല്ലോ. 3 ബിറ്റ്സിന്റെ മാക്സിമം കോമ്പിനേഷൻ എത്രയാണ്, 2⁻3. 2⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 2⁻3 = 8. സോ മൊത്തം 8 കോമ്പിനേഷൻസ് വരും, അറിയാലോ. ഇനി നമുക്ക് ആ കോമ്പിനേഷൻസ് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 and 1 1 1. ഓക്കെ, ഇത്രയാണ് ആ കോമ്പിനേഷൻസ്. ഇനി നമുക്ക് ആഡ് ചെയ്ത് പോവാം. 0 + 0. ഇനി ഔട്ട്പുട്ട് നോക്കണമല്ലോ. 0 + 0 is 0. അഗെയിൻ +0 എന്താണ്, സമ്മ് 0. ക്യാരി ഒന്നും വന്നില്ല, സോ അഗെയിൻ 0. സോ A + B. അടുത്തത് രണ്ടാമത്തത് 0 + 0 0 ആണ്, സമ്മ് 0 ആണ്. സമ്മിന്റെ കൂടെ 1 കൂടെ ആഡ്, 0യുടെ കൂടെ 1 കൂടെ ആഡ് ചെയ്ത സം എന്തായി, 1 ആണ്. ക്യാരി 0 ആണ്. ഓക്കെ, അടുത്ത് 0 + 1 എന്താണ്, 1 ആണ്. 1 + 0 എന്താണ്, സമ്മ് 1. സോ സമ്മ് 1 ക്യാരി 0. അടുത്തത് 0 + 1 എന്താണ്, 1 ആണ് സം. ഓക്കെ, ആ സമ്മിന്റെ കൂടെ ഞാൻ അഗെയിൻ ഒരു 1 ആഡ് ചെയ്താൽ ബൈനറി അഡീഷൻ 1 + 1 is സം = 0 ആൻഡ് ക്യാരി = 1. ക്ലിയർ ആയോ? അതേപോലെ ഓരോന്നും ആഡ് ചെയ്ത് പോവുക. ചെയ്ത് നോക്കണേ, ചെയ്ത് നോക്കുക, സെയിം തന്നെ കിട്ടും. ലാസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ബാക്കിയൊക്കെ എളുപ്പമാണ്. അവസാനത്തെ പറയാം. 1 + 1 എന്താണ്, 0 വിത്ത് ക്യാരി 1. ഓക്കെ, അതിന്റെ കൂടെ ഞാൻ ഈ 1ഉം കൂടെ ആഡ് ചെയ്യാണ്. എന്ത് കിട്ടും, 0 + 1 എന്താണ്, 1. ക്യാരി ഒന്നും വരുന്നില്ലല്ലോ, സോ ഈ 1 താഴെ എഴുതുക. സോ സമ്മ് 1 ക്യാരി 1. അത് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ അത് ചെയ്ത് പോയിരുന്നാൽ മതി. ഇത്രയാണ് എന്ത്, ആ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സമ്മിന്റെയും ക്യാരി ഔട്ടിന്റെയും കെ മാപ്പിന്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതി വെച്ചാലോ. അടുത്ത നമുക്ക് എന്ത് ചെയ്യണം, സമ്മിന്റെ കറസ്പോണ്ടിങ് കെ മാപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. സോ സമ്മിന്റെ ടേം എടുത്തു. എത്ര വേരിയബിളാ, 3 വേരിയബിൾ ആണല്ലോ. ഇപ്പൊ നമുക്ക് 3 വേരിയബിൾ കെ മാപ്പ് നമുക്ക് ഇതിനകത്ത് വരച്ചു വെച്ചു. 3 വേരിയബിൾ കെ മാപ്പ് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ വേരിയബിൾസ് ഒക്കെ റെപ്രസെന്റ് ചെയ്തു. A B C. ഓക്കെ, ഇവിടെ A, ഇവിടെ BC. ഇനി നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നത്. ഇനി നമുക്ക് ആ കെ മാപ്പ് അതുപോലെ നമ്മൾ വരച്ചതിന് ശേഷം സമ്മാണ് എടുക്കുന്നത്. സോ ഈ സമ്മിന്റെ ടേംസ് നമ്മൾ ഇവിടെ നോക്കണം എന്നില്ല, കാരണം നമ്മൾ ഇവിടെ ഓർഡർ എഴുതി പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്നതും ഓർഡർ ആയിരിക്കും. സോ ഈ മിൻ ടേംസ് എന്ത് ചെയ്യുക, ഇവിടെ അങ്ങ് ഡയറക്റ്റ് പ്ലോട്ട് ചെയ്യുക. എങ്ങനെ ചെയ്യാം, 0 1 1 0 1 0 0 1.
0 1 1 0 1 0 0 1. അതില്ലേ സിമ്പിൾ ആണ്. ഇനി എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ 4 1 കിടപ്പുണ്ട്, പക്ഷെ അതിനെ നമുക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരാത്തതുകൊണ്ട് നമുക്ക് ഒറ്റ ഗ്രൂപ്പ് 1 2 ഗ്രൂപ്പായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ വൺസിനെയൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി ഗ്രൂപ്പ് ചെയ്യുക. സോ ഇൻഡിവിജ്വലി ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന ടേംസ് നമ്മൾ എവിടെ എഴുതി വെച്ചു, നമ്മളിതാ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് എഴുതി വെച്ചു. സോ ഇതാണ് എന്ത്, സമ്മിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം, കാരണം നമ്മുടെ ഒരു ബേസിക് സർക്യൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യത്തെ 2 ടേംസ് എടുത്തു. എന്ത് കോമൺ എടുക്കാം നോക്കിയേ, എ ബാർ കോമൺ എടുക്കാം അല്ലേ. ഓക്കെ, ഞാൻ ഇതിനെ ഇങ്ങനെയല്ല എടുക്കുന്നത്. ഞാൻ ആദ്യത്തെ 2 ടേംസ് എടുക്കുന്നില്ല, പകരം ആദ്യത്തെ ടേമും ലാസ്റ്റ് ടേമും എടുത്തു. ഓക്കെ, ഇനി എന്ത് കോമൺ എടുക്കാം, സി ഇൻ കോമൺ എടുക്കാം. ഓക്കെ, സോ എ ബാർ ബി ബാർ പ്ലസ് എ ബി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ബാക്കി കിടക്കുന്ന 2 ടേംസിനെയും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എന്തേ കോമൺ എടുക്കാം, സി ഇൻ ബാർ കോമൺ എടുക്കാം. എന്താണ്, സി ഇൻ ബാർ തന്നെയല്ലേ കോമൺ എടുക്കാൻ പറ്റിയത്. എങ്ങനെ എഴുതാൻ പറ്റും, സി ഇൻ ബാർ ഈക്വൽ ടു എ ബാർ ബി പ്ലസ് എങ്ങനെ എഴുതാം, എ ബി ബാർ. ശരിയാണോ, എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിയേ. ഇതെന്ന് പറയണത് നമുക്ക് നോക്കാം, സീനെന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോറിലേറ്റ് ചെയ്യാൻ പോവാണ്. സീനിനെ ഞാൻ എ ആയിട്ട് കൺസിഡർ ചെയ്തെന്ന് വെച്ചോ, പോട്ടെ. ഇതിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു സി ഇൻ ഇൻറ്റു എ എക്സ് നോർ ബി. ഓക്കെ, സി ഇൻ ഇൻറ്റു ഇതെന്തിൻ്റെ ഇക്വേഷൻ ആണ്, എ എക്സ് നോർ ബി ആണല്ലോ. അതെന്ന് പറഞ്ഞാൽ എ എക്സ് നോർ ബി ദ ഹോൾ ബാർ ആണല്ലോ എ എക്സ് നോർ എന്ന് പറയണത്. ഓക്കെ, പ്ലസ് സി ഇൻ ബാർ ഇൻറ്റു എ എക്സോർ ബി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇങ്ങനെ ഒരു ടേം കിട്ടിയില്ലേ. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്തപ്പോൾ ഇത് എ എക്സോർ ബി ആണ്. സോ ഈ രീതിയിൽ റീഅറേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എ എന്ന് കൺസിഡർ ചെയ്യാം, ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം, ഈ ഒരു ടേമിന് ബി ബാർ എന്ന് കൺസിഡർ ചെയ്യാന്ന് വെച്ചു. ഓക്കെ, സോ ഇതിനെ എ എന്നും ഇതിനെ ബി ബാർ എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് ടേം വരും, എ ബാർ വരും. ഇതെന്ത് വരും, ഇതിന്റെ ജസ്റ്റ് റിവേഴ്സ് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്, കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ബി ആണ്. സോ എ ബി ബാർ പ്ലസ് എ ബാർ ബി ഫോമിൽ വരത്തില്ലേ. സോ വാട്ട് ഈസ് എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്ന് പറയുന്നത്, ദിസ് ഇസ് എ എക്സ് ഓർ ബി. അങ്ങനെയാണല്ലോ. അപ്പൊ എ എക്സ് ഓർ ബി ഫോമിൽ എഴുതിയേ, എക്ക് പകരം എന്താ എഴുതണം, സീൻ ഇൻറ്റു അല്ലേ, സീൻ എക്സോർ അല്ലേ. എക്സോർ എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, എക്സോർ ബിയുടെ ടേം ഏതാണ്, ബിയുടെ ടേം എ എക്സോർ ബി. ശരിയായോ, ഇതാണ് എന്ത്, സമ്മിന്റെ ഇക്വേഷൻ. ചെയ്ത് നോക്കണേ. ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ടേം കിട്ടുന്നത്. ക്ലിയർ ആയോ? സിമിലർലി നമുക്ക് ക്യാരിയുടെ കറസ്പോണ്ടിങ് കെ മാപ്പ് വരയ്ക്കാമല്ലോ. എങ്ങനെ വരയ്ക്കാം, ഇതും 3 വേരിയബിൾ കെ മാപ്പ് തന്നെയാണ്. അപ്പോൾ ക്യാരി ഔട്ട് ആണ്, ക്യാരി ഔട്ടിന്റെ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ നോക്കുക. ഔട്ട്പുട്ടിന്റെ കറസ്പോണ്ടിങ് നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുള്ളൂ. സോ സി ഔട്ടിന്റെ ട്രൂത്ത് ടേബിൾ നോക്കി, 0 0 0 1 0 1 1 1 0 0 0 1 0 1 1 1 ആണല്ലോ. ഇനി ഇതിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യും, ദേ ഇത് രണ്ടും ഒരു ഗ്രൂപ്പ് ആണല്ലോ, ഇത് രണ്ടും അടുത്ത ഗ്രൂപ്പ്. അപ്പോൾ അതാ ഈ 1 ഒറ്റയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ 3 ഗ്രൂപ്പായി. ഓക്കെ, now we can write the equation for C out as C out equal to first one. ഞാൻ ഇതെടുക്കാം, ഏതെങ്കിലും ഗ്രൂപ്പ് എടുക്കാം. നമുക്ക് ഇതെടുക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ ഇതല്ലേ ചെയ്തു പോയത്, അപ്പോൾ ഇതെടുത്തു. ടേം പറഞ്ഞേ, എ ഡോട്ട് ഏത് വരും, സി. സി അല്ല, ഇവിടെ ഇൻപുട്ട് സി ഇൻ ആണ്, എ ഡോട്ട് സി ഇൻ. സെക്കൻഡ് ടേം പറഞ്ഞേ, ഇതാണ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് അസ്യൂം ചെയ്യുക, എ ഡോട്ട് ബി. തേർഡ് പറഞ്ഞേ, ഇത് ബി സി ഇൻ ആണല്ലോ, ബി ഡോട്ട് സി ഇൻ. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യത്തെ നമുക്ക് പറയാൻ എളുപ്പത്തിന്, എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി ഇൻ പ്ലസ് എ ഡോട്ട് സി ഇൻ. ഓക്കെ, സോ ഇതാണ് എന്ത്, ക്യാരിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സമ്മിന്റെ ഇക്വേഷനും കിട്ടി, ക്യാരിയുടെ ഇക്വേഷനും കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് ലോജിക് സർക്യൂട്ട് പ്ലോട്ട് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം.
ഇപ്പൊ നമ്മൾ സമ്മിന്റെയും ക്യാരിയുടെയും ഇക്വേഷൻ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. സമ്മിന്റെ ഇക്വേഷൻ ഇതാണ്, ക്യാരി ഔട്ടിന്റെ ഇക്വേഷൻ ഇതാണ്. ഇനി നമുക്ക് അതിന്റെ ലോജിക്കൽ ഇംപ്ലിമെന്റേഷൻ ആണ് വേണ്ടത്. ഇനി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ സം എടുത്തു. ഏതൊക്കെയാണ് ഇൻപുട്ട്? എ 1, ബി രണ്ടാമത്തെ ഇൻപുട്ട്, സി മൂന്നാമത്തെ ഇൻപുട്ട്. മൂന്നും എക്സോർ ആണല്ലോ. രണ്ട് രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതിനകത്ത് ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് ഇപ്പോൾ പറയണത്. സോ എ ബി സീൻ എടുത്തു. മൂന്നും എക്സോർ ആണല്ലോ. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഗേറ്റ് ഒക്കെ ആൻഡ് ആണെങ്കിലും നാൻഡ് ആണെങ്കിലും നമ്മൾ വരയ്ക്കുന്ന സമയത്ത് 2 ഇൻപുട്ടും 3 ഇൻപുട്ടും ഒക്കെ നമ്മൾ വരയ്ക്കാറുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ 2 ഇൻപുട്ട് എക്സോറിന് പകരം നമ്മൾ എന്ത് ചെയ്തു? 3 ഇൻപുട്ട് എക്സോർ എടുത്തു. ഇതാണ് 3 ഇൻപുട്ട് എക്സോർ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു എക്സോർ ഗേറ്റ് കൺസിഡർ ചെയ്തു. അത് 3 ഇൻപുട്ട് ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് ഇത് എന്തായി? ദിസ് ഇസ് സം. ഇനി അടുത്തെന്ന് പറയുന്നത് ക്യാരി ആണ്. അടുത്ത ക്യാരി ഔട്ട് ആണ്. ക്യാരി ഔട്ട് വരയ്ക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? 3 ആൻഡ് ഗേറ്റ് വേണം. ശരിയാണല്ലോ. അപ്പൊ എന്ത് ചെയ്തു? 3 ആൻഡ് ഗേറ്റ് ഇവിടെ വരച്ചു വെച്ചു. ഓക്കെ, 3 ആൻഡ് ഗേറ്റ്. ആദ്യത്തെ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് പറഞ്ഞേ എ ഡോട്ട് ബി. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എ എടുത്തു. ഇവിടെ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് അവിടെ ഒരു ഡോട്ട് കൊടുത്തത്. ഓക്കെ, എ എടുത്ത് ഇവിടെ കൊടുത്തു. ഓക്കെ, ബി എടുത്തു. ഇവിടെ എന്ത് കിട്ടി? എ ഡോട്ട് ബി. ഓക്കെ ആണോ? അടുത്ത് ബി ഡോട്ട് സി. അടുത്ത ടേം ബി ഡോട്ട് സി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബി എവിടെ കിടക്കുന്നത്? ബി ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചേക്കുന്നു. സോ ബി ഇവിടെ അങ്ങ് കൊടുത്തു ഡയറക്റ്റ്. സീനെടുത്ത് ഇങ്ങോട്ട് കൊടുത്തു. എന്ത് കിട്ടി? ബി ഡോട്ട് സി. അടുത്ത ടേം ഏതാണ്? എ ഡോട്ട് സി. ഇതാ മൂന്നാമത്തെ ടേം എ ഡോട്ട് സി. എ ഇവിടെ ഓൾറെഡി എടുത്ത് ഇവിടം വരെ വെച്ചേക്കുവാണ്. അത് ഒന്നെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എ കിട്ടി, സി. ഓക്കെ, സോ നമ്മൾ എന്ത് കിട്ടി? എ ഡോട്ട് സി ഇൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സോ ഇതാണ് നമ്മുടെ 3 കോമ്പിനേഷൻസ് എടുത്തു വെച്ചു. പക്ഷെ ഇതെല്ലാം കൂടെ ഓർ ചെയ്തെങ്കിലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സി ഔട്ട് കിട്ടുള്ളൂ. ഓർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഓർ ലോജിക് കൊടുക്കണം. സോ ദിസ് ഇസ് ഓർ ലോജിക് ആൻഡ് വി വിൽ ഗെറ്റ് ഔട്ട്പുട്ട് സി ഔട്ട്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ. സോ ഇതാണ് നമ്മുടെ ഫുൾ ആഡറിന്റെ കറസ്പോണ്ടിങ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് വൺ ഫോം ഓഫ് ഇംപ്ലിമെന്റേഷൻ. ഒരു രീതിയിൽ കൂടി നമുക്ക് ഇനി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ രണ്ടാമത്തെ ഇംപ്ലിമെന്റേഷൻ ആണ് ഇംപ്ലിമെന്റ് ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ആഡർ ആൻഡ് നോട്ട് ഓർ ഗേറ്റ്. ഓക്കെ, സോ ഈ ഒരു ഇംപ്ലിമെന്റേഷനകത്ത് നമ്മൾ സമ്മിനെ അങ്ങനെ തന്നെ എഴുതുന്നു, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സി ഔട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാരി ഔട്ടിനെ ഒന്ന് ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ സി ഔട്ടിനെ ഈ ഒരു ഇക്വേഷന്റെ ഫോർമാറ്റിൽ കൊണ്ടെഴുതാണ്. എ ബി പ്ലസ് സി ഇൻ ഇൻറ്റു എ എക്സ് ഓർ ബി. ഓക്കെ, ഇനി ഇതെങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇക്വേഷനകത്ത് നമ്മൾ ഈ ഒരു ടേമിൽ ഏത് ടേമിലാണ്? ഈ ഒരു ടേമിനകത്ത് നമ്മളൊരു എ പ്ലസ് എ ബാർ കൊടുത്ത് നമ്മൾ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തൊക്കെ റീഅറേഞ്ച് ചെയ്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ബൂളിയൻ റൂൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്തു വെച്ച് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷൻ ആണ് ഈ സി ഔട്ടിന്റെ ഇക്വേഷൻ. ഓക്കെ, സോ ഈ ഇക്വേഷൻ എടുത്തിട്ടാണ് നമ്മൾ ഹാഫ് ഓർഡറിൽ നമ്മൾ ഫുൾ ആഡറിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ 2 ഹാഫ് ഓർഡറിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഹാഫ് ഓർഡറിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഒരു എക്സോർ ഗേറ്റ് ആണ്. നോക്കിയേ, അപ്പൊ നമ്മൾ സമ്മിനകത്ത് നിന്ന് നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റിനകത്തുള്ള എ എക്സോർ ബി അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്തു. എ എക്സോർ ബി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എ എക്സോർ ബി കിട്ടി. ഓക്കെ, ഇനി ഇത്രയും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ക്യാരി ജനറേറ്റ് ചെയ്യുക. അതിന്റെ കൂടെ വരുന്ന ക്യാരി ഏതാണ്? ഇതും ദിസ് ഇസ് ദ ക്യാരി ആണല്ലോ. ഇതിൽ എന്ത് കിട്ടി? എ ബി കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എ ബിയും കിട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിനി 2 ഹാഫ് ഓർഡർ ആണല്ലോ. ഇപ്പൊ നമുക്ക് ഒരു ഹാഫ് ഓർഡറേ കിട്ടിയോളൂ. അടുത്ത ഹാഫ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എ എക്സോർ ബി ഇവിടെ കിടക്കുന്നത്. ഇതിന്റെ കൂടെ എന്തും കൂടെ എക്സോർ ചെയ്യും? സിയും കൂടെ എക്സോർ ചെയ്യണം. അപ്പൊ ഞാനൊരു എക്സോർ ഇവിടെ വരച്ചു വെച്ചു. ഓക്കെ, സോ ദിസ് ഇസ് സം ആണ് അല്ലേ? സം ഈക്വൽ ടു എ എക്സോർ ബി എക്സോർ സി ഇൻ. ഓക്കെ, സോ അതാണല്ലോ ഇക്വേഷൻ. സോ നമ്മളത് എക്സോർ ചെയ്ത് എഴുതി വെച്ചു. അപ്പൊ നമ്മൾ ഒരു സീൻ കൊടുക്കാനുണ്ടല്ലോ. ആ സീനിനെ ഞാൻ ഇതുവഴിയും കൊടുക്കുകയാണ്. വളച്ചൊന്ന് വരയ്ക്കില്ല, ഞാനിവിടെ വരച്ചപ്പം വളഞ്ഞു പോയിന്നേ ഉള്ളൂ. അത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കണം. സോ ദിസ് ഇസ്
സി ഇൻ. നമുക്കപ്പോൾ എന്ത് ചെയ്തു, സമ്മിന്റെ കഴിഞ്ഞു. ഇനി എന്ത് വേണം, ഇതിനകത്ത് ക്യാരി ഔട്ടിനകത്ത് നമുക്ക് എന്തുണ്ട്, സീൻ എക്സ് ഓർ എ എക്സ് ഓർ ബി. അപ്പൊ അവിടെ ഒരു ആൻഡ് ഗേറ്റ് വേണം എന്ന് മനസ്സിലായി. ഓക്കെ, നോക്കിയേ, ഒരു ഇൻപുട്ട് എന്താണ്, ഇതാണ് രണ്ടാമത്തെ ഹാഫ് ഗേറ്റിൽ, ഹാഫ് ഓർഡറിൽ നമ്മൾ എടുത്ത സി ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇൻപുട്ട് എന്താണ്, സീൻ. അപ്പൊ സീൻ ഇവിടുന്ന് കണക്ട് ചെയ്തു. രണ്ടാമത്തെ എന്താണ്, എ എക്സ് ഓർ ബി, ഇവിടെ ഓൾറെഡി ഉണ്ട്, അതെടുത്ത് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടേം ആയല്ലോ. ബട്ട് ഫൈനൽ സി ഔട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ഇവിടെ വരുന്നുണ്ട്, രണ്ടും കൂടെ എന്ത് ചെയ്യണം, ഓർ ചെയ്യണം. സോ ദിസ് ഇസ് സി ഔട്ട്. ഓക്കെ, ഇതാണ് സി ഔട്ട് എന്ന് പറയുന്നത്. അതിന് ഒന്നും കൂടി ഒന്ന് നീട്ടി എഴുതുവാണെങ്കിൽ ഇതാ നോക്കിക്കോണേ. ഓറാണ് സി ഔട്ട്. ഓക്കെ, എന്നിട്ട് ആ കറസ്പോണ്ടിങ് ഇവിടെ വെച്ചിരുന്നാൽ, ഇവിടെ എഴുതിയിരുന്നാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹാഫ് ഓർഡർ നോക്കി, ഇതൊരു ഹാഫ് ഓർഡർ ആണല്ലോ. അടുത്ത ഹാഫ് ഓർഡറിന്റെ സെഷൻ എടുത്തേ, ഇതൊരു രണ്ടാമത്തെ ഹാഫ് ഓർഡർ. നമ്മുടെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയായിരുന്നു, ഇംപ്ലിമെന്റ് ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ഓർഡർ ആൻഡ് ഓർ ഗേറ്റ്. ഓക്കെ, സോ ഇതാണ് ആ കറസ്പോണ്ടിങ് സർക്യൂട്ട് ഇക്വേഷൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.